വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടും. ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ, ഗുഡ് മോർണിംഗ്. ചൂട് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ആശ്വാസമായി നമുക്ക് കരുതാനാകില്ല. ഇന്നലെയൊക്കെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരമൊരു മുന്നറിയിപ്പില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും, കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ചൂടുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസം ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. 40 ഡിഗ്രിയാണ് ഇപ്പോൾ പാലക്കാടും, 39 ഡിഗ്രി കൊല്ലത്തും ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു താപനില. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗ സാധ്യതയിലേക്ക് ഇപ്പോൾ നിലവിൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു സെൽഫ് ലോക്ക്ഡൌൺ അടക്കമുള്ള മുന്നറിയിപ്പുകൾ സർക്കാർ തലത്തിൽ നൽകിയിട്ടുമുണ്ട്. ചൂട് തുടർന്ന് തന്നെ നിൽക്കും. ചെറിയ രീതിയിലൊരു വേനൽ മഴയുടെ സാധ്യത തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ഒരു വേനൽ മഴയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ ചൂട് അത് വലിയ രീതിയിലുള്ള ഒരു കുറവ് താപനിലയിൽ രേഖപ്പെടുത്താൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്ന വിവരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചൂട് മെയ് ആദ്യവാരം വരെ കൂടി നിൽക്കും. പിന്നീട് ചെറിയ രീതിയിലുള്ള വേനൽ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നീടായിരിക്കും ഈ ഒരു ചൂട് കുറഞ്ഞു നിൽക്കുക എന്നായിരുന്നു തുടക്കം മുതൽ തന്നെ ലഭിച്ച മുന്നറിയിപ്പ്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിദിന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം കഴിഞ്ഞ ദിവസവും സൂര്യാഘാതത്തിന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മരണമടക്കം കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അംഗനവാടികൾക്കും ചില ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം അവധി നൽകിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് മുഴുവനായി ഒരു പ്രോട്ടോകോൾ, അല്ലെങ്കിൽ ഈ ചൂടുമായി ബന്ധപ്പെട്ട കൂടുതൽ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ നിർണായക യോഗത്തിൽ തീരുമാനമുണ്ടാകുക. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് 11 മണിക്ക് ഓൺലൈനായിട്ടാണ് അപ്പോൾ യോഗം ചേരുന്നത്. അതിനായാലും ഈ യോഗത്തിന്റെ പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെ മുൻപ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ തുടരണമെന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്നത്. കാരണം 11 മണി മുതൽ 3 മണി വരെയുള്ള കഠിനമായ വെയില് നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനും ഒപ്പം നിർജ്ജലീകരണം അടക്കം ഒഴിവാക്കാനും കുട്ടികളെ പുറത്തേക്ക് അധികം വിടാതിരിക്കാനും ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള ഇഴജന്തുക്കളുടെ ശല്യം അത് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം കൂടി വിലയിരുത്തണം. കാരണം വേനൽ അവധിയാണ്. അങ്ങനെയും ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒപ്പം പ്രായാധിക്യമുള്ളവരെ അടക്കം സൂര്യാഘാതത്തിനടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള രീതികളെല്ലാം പിന്തുടരണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആജീവനം നൽകിയില്ലെന്ന പരാതിയിൽ ഡിഎംഒയുടെ പരിശോധന ഇന്ന് നടക്കും. മരിച്ച ദിക്ഷലിന്റെ അയൽവീട്ടിൽ നിന്ന് മൂർഖനെ പിടികൂടി. ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ദിക്ഷലിന്റെ വീടിന് പാമ്പിന്റെ ശല്യം രൂക്ഷമാണ്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അതിനിർണായകമായൊരു ദിവസമാണ്. ഇന്ന് ഡിഎംഒയുടെ പരിശോധന നടക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദിക്ഷലിന്റെ അയൽ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ പിടികൂടി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി സൂപ്രണ്ട് ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്. റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ജീവനം നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ടായ തടസ്സം എന്ന് പറയുന്നത് ഈ പാമ്പ് കടിയേറ്റതാണോ എന്നുള്ള സംശയം നിലനിന്നിരുന്നു. രക്തപരിശോധനയിൽ ഉൾപ്പെടെ വിഷത്തിന്റെ അംശം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഡിഎംഒ ആശുപത്രിയിലെത്തി ജീവനക്കാരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മരണം നടന്ന ദിക്ഷലിന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഇതുപോലെ ഒരു വിഷപ്പാമ്പിനെ പിടികൂടിയിരുന്നു. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ചതുപ്പ് പ്രദേശമാണ്. മാത്രമല്ല ചുറ്റും കാട് കയറിയ ഒരു പ്രദേശം കൂടിയാണ്.
ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വീട്ടിൽ നിലത്ത് കിടന്നുറങ്ങിയിരുന്ന ദക്ഷണനെ പാമ്പ് കടിയേറ്റത്. ഈ സംഭവത്തിൽ പ്രദേശമാകെ വളരെ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആശുപത്രി ജീവനക്കാരിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായ ഒരു അനാസ്ഥ കാരണമാണ് മരണം സംഭവിച്ചതെന്ന് ഒട്ടടങ്കം ആൾക്കാരും ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഈ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഇദ്ദേഹവും ആവശ്യപ്പെട്ടത് ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കാലങ്ങളായി കഴിഞ്ഞു വന്നിരുന്ന ഈ കുട്ടിയെ ഗവൺമെന്റും ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം അവഗണിക്കുകയായിരുന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ഒക്കെയുള്ള ധനസഹായങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ആശുപത്രിയുടെ അനാസ്ഥ സമ്മതിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കൂടി ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അനുശ്രീ. ശരി, അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ആചാരപ്പെരുമയിൽ തൃശൂർ പൂര വിളംബരം ഇന്ന് രാവിലെ 8:30 ദേശത്ത് നിന്ന് പുറപ്പെടുന്ന നെയ്തലക്കാവിലമ്മ 11 മണിയോടെ വടക്കുന്നാഥനിൽ പ്രവേശിക്കും. 11:30 തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെയാണ് തൃശൂർ പൂരത്തിന് വിളംബരമാകുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? നമുക്കറിയാം വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പൂരമാണ്. പതിവ് പോലെ ഉള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് നെയ്തലക്കാവിലാണ്. നമുക്കറിയാം നെയ്തലക്കാവ് അമ്മയാണ് പൂര വിളംബരം നടത്തുന്നത്. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നെയ്തലക്കാവ് അമ്മയ്ക്കാണ് നിർവഹിക്കാനുള്ള അവകാശം ശക്തൻ തമ്പുരാൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചടങ്ങുകൾക്കൊക്കെ ആരംഭമാകുന്നതേ ഉള്ളൂ. 8 മണിയോടെയാണ് ഈ ഒരു പൂര വിളംബര ചടങ്ങുകൾ ഇവിടുന്ന് തുടങ്ങുക. അതായത് ഇവിടുന്ന് എഴുന്നള്ളിച്ച് അത് ഭഗവതി നേരെ വടക്കുനാഥ സന്നിധിയിലെത്തി വടക്കുനാഥനെ വഴി പുറത്തിറങ്ങുന്നതോടെയാണ് പൂരത്തിന് വിളംബരമാവുന്നതാണ്. നമ്മോടൊപ്പം നെയ്തലക്കാവ് ദേവസ്വത്തിലെ പ്രസിഡന്റ് ശ്രീ അനൂപ് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ചടങ്ങുകൾ? ഈ പൂരത്തിന്റെ ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ ഒരു പ്രൗഢി കുറച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാം പ്രൗഢി കുറച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത തൃശ്ശൂർ പൂരത്തിന് നാന്ദി കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൂരവിളംബരം. ആ തൃശ്ശൂർ പൂരവിളംബരം നടത്തുന്നത് കുറ്റൂര് ശ്രീ നെയ്തലക്കാവിലമ്മയാണ്. അതിന് തട്ടകനികവാസികളുടെ അകമ്പടിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് രാവിലെ 8 മണിക്ക് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി എറണാകുളം ശിവകുമാരൻ്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് 8 മണിക്ക് പുറപ്പെടും. നമ്മൾ 10 മണിക്ക് മണികണ്ഠനാലിൻ്റെ അവിടെ എത്തി നാദസ്വരം അവിടെ അവസാനിച്ച് കിഴക്കൂട്ടാനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്തെത്തി അവിടുന്ന് തെക്കേ ഗോപുര നടയിൽ ഒരു ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ തെക്കേ ഗോപുര നടയിലെത്തി തെക്കേ ഗോപുര നട തുറന്ന് വടക്കുനാഥനെ വണങ്ങി പൂരത്തിന് അനുവാദം ചോദിച്ച് എല്ലാ ഘടകപൂരങ്ങളെയും ഭക്തജനങ്ങളെയും പൂരാസ്വാദകരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് അവിടെ നടക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തൃശ്ശൂർ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി ശ്രീമൂലസ്ഥാനത്തെത്തി നെയ്തലക്കാവ് ഭഗവതിയും തട്ടകനിവാസികളും കൂടി പൂര വിളംബരം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. അതിന് എല്ലാ ഭക്തജനങ്ങളെയും പൂരാസ്വാദകരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ വലിയ തിരക്ക് നമ്മൾ ഈ സമയത്ത് കണ്ടിരുന്നു. ഇപ്പം എല്ലാവരും ഈ ഒരു ദുരന്തത്തിന്റെ ഇതിൽ അല്പം മാറി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ് എല്ലാവർക്കും. അതിനോടനുബന്ധിച്ച് നമുക്കിപ്പോൾ നടക്കാൻ പോകുന്ന പൂരവിളംബരത്തിന് പഴയ പ്രൗഢിയ പോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും പൂരാസ്വാദകരും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എത്ര മണിക്കാണ് ചടങ്ങ്? 12 മണി. ചടങ്ങ് ഏകദേശം ഒരു 12 മണിക്ക് തെക്കേ ഗോപുരം നട തുറക്കും. ഒരു 12:30 പൂരവിളംബരം നടത്താറാണ് പതിവ്. അത് ഇപ്പോഴും ഇപ്രാവശ്യവും അതേപോലെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് അനിയന്മാരുടെ മേളമാണ് അതിൽ ഏറ്റവും പ്രധാനം. കിഴക്കൂട്ട അനിയന്മാരുടെ മേളമാണ് ഇപ്രാവശ്യം നെയ്തലക്കാവിലമ്മയ്ക്ക് പൂരവിളംബരം നടത്തുന്നതിനും തെക്കേ ഗോപുരം നട തുറക്കുന്നതിനും നമ്മൾ അനിയന്മാരാരെയാണ് നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തിന് ഇത്തവണ ഉണ്ടാവും. അതാണ് ചടങ്ങുകൾ. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് തൃശ്ശൂർ നഗരത്തിൽ അല്പം മാറിയുള്ള ക്ഷേത്രമാണ്. ഇവിടെ ശിവന്റെ പ്രതിഷ്ഠയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ശിവക്ഷേത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ തിരിച്ചറിഞ്ഞ്
നെയ്യും എള്ളും ഒരു താരത്തിൽ പിടിച്ചുകൊണ്ടുള്ള നടത്തി ഭഗവതി ഇവിടെ കുടിയിരുത്തിയത്. അതാണ് നെയ് തിലക്കാവ് പിന്നീട് നെയ്തലക്കാവ് ആവുകയായിരുന്നു. ശക്തൻ തമ്പുരാന്റെ പ്രത്യേക ഭക്തി ഈ ക്ഷേത്രത്തിലെ ഭഗവതിയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭഗവതിയുടെ തന്നെ ഈ ക്ഷേത്രത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം നടത്താനുള്ള ചുമതല അല്ലെങ്കിൽ അധികാരം നൽകിയത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ക്ഷേത്രങ്ങളിലൊന്നായിട്ട് നെയ്തലക്കാവ് മാറുന്ന അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ രാവിലത്തെ ചടങ്ങുകളൊക്കെയാണ്. 8 മണിയോടെയാണ് ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കുക. ദേവിയുടെ ക്ഷേത്രം ശ്രീകോവിൽ ഇതാണ്. ഇവിടെ നിന്നും കോലം എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറ്റി 8 മണിയോടെ തന്നെ ഇവിടുത്തെ ആചാരങ്ങൾ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. ഏകദേശം 2-3 മണിക്കൂർ സമയമെടുത്ത് ആണ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുക. നേരത്തെ ശ്രീ അനൂപ് പറഞ്ഞതുപോലെ മണികണ്ഠനാൽ പരിസരം മുതൽ അവിടെ നിന്ന് അനിയന്മാരുടെ കിഴക്കൂട്ടനിയന്മാരുടെ മേളമാണ് ഇത്തവണത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം കിഴക്കൂട്ട് വാടമേക്കാവിൻ്റെ മേളപ്രമാണിയാണ്, എലിഞ്ഞത്ര മേളത്തിൻ്റെ പ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ മേളത്തിൻ്റെ അകമ്പടിയോടെയാകും വടക്കുന്നാഥ സന്നിധിയിലേക്ക് നെയ്തലക്കാവ് എത്തുക. തുടർന്ന് പടിഞ്ഞാറൻ നടയിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരനട തുറക്കുന്നതാണ് ഏറ്റവും തെക്കേ ഗോപുരനട പൂരത്തിൻ്റെ സമയത്തും ശിവരാത്രി സമയത്തും മാത്രമാണ് തുറക്കുക. പണ്ട് കാലത്ത് ഈ തെക്കേ ഗോപുരനട തുറക്കുന്നതും വളരെ വളരെ ദൂരമായ വിരളമായ സാഹചര്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ തെക്കേ നട തുറക്കുമ്പോൾ അതിന് പ്രത്യേക അധികാരം വേണം എന്നുള്ളതും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെക്കേ ഗോപുരനട തുറക്കുവാനുള്ള അവകാശം നെയ്തലക്കാവമ്മയ്ക്ക് നൽകിയത്. അപ്പോൾ അതിനുശേഷം നെയ്തലക്കാവമ്മ തെക്കേ നട തുറന്നതിന് ശേഷം പിന്നീട് പടിഞ്ഞാറേ നടയിലെത്തി അവിടെ ശ്രീമൂലസ്ഥാനത്തുള്ള നിലപാട് തറയിലെത്തി പൂരവിളംബരം ചെയ്യുന്നതോടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാവുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെയാണ് ചടങ്ങുകൾക്ക് ആരംഭമാകുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നെയ്തലക്കാവിൽ പുരോഗമിക്കുന്നത്. 8 മണിയോടെ തന്നെ ഇവിടെ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കും. അനുശ്രീ. ശരി, അനുമോദ് തുടരുക. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവരുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരും. ഫലം വരുന്നതോടെ കാണാതായവരെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. അനുമോദ് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ 3 പേരെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. അവരെയാണ് കണ്ടെത്താനുള്ളത്. അവരും ഈ ലഭിച്ച ശരീരഭാഗങ്ങളിലുണ്ടോ എന്നുള്ളതൊക്കെ ഈ DNA പരിശോധന ഫലം പുറത്തു വരുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 4 പേരെ ആണ് കാണാതായിരുന്നത്. അതിൽ ഒരാളുടേതെന്ന് കരുതുന്ന തല കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. അതും DNA പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കുകയെങ്കിൽ പോലും ഇനി ഒരു തരത്തിലും അറിയാത്തത് 3 പേരെ കുറിച്ചാണ്. ആ 3 പേരുടെ വിവരങ്ങൾ ഈ DNA ഫലം വരുന്നതോടെ, അതായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് അയച്ച 29 ശരീരഭാഗങ്ങളുടെ DNA ഫലം വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഇവരുടെ ഇതാകുമോ എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരവും ഉണ്ട്. അത് ആരുടേതാണെന്നും ഈ DNA ഫലം വന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈ ഒരു അപകടത്തിൽ പെട്ടതാരൊക്കെ, ദുരന്തത്തിനിരയായ 4 പേരുടെ വിശദാംശങ്ങൾ അതാരെല്ലാം, അത് ആരുടേതെല്ലാമാണ് ഈ ശരീരഭാഗങ്ങൾ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഈ DNA ഫലം തന്നെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് 3 ദിവസം എന്നാണ് പറയുന്നത്, എത്തേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും എത്തുക. അതേസമയം ഈ ഒരു DNA പരിശോധനയ്ക്കായി മൊബൈൽ ലബോറട്ടറി സൗകര്യം അതിവിടേക്ക് എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നടപടി കുറെ കൂടി വേഗത്തിലാവും എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നാണെങ്കിലും പ്രധാനമായിട്ടും ഈ ഒരു DNA പരിശോധനാ ഫലമാണ് ഇപ്പോൾ കാത്തിരിക്കുന്ന ഒന്ന്. അതേസമയം ഇന്നലെ മരിച്ച ഇപ്പോൾ സതീശൻ ഈ മെഡിക്കലിൻ്റെ ലൈസൻസിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നാണ് നടക്കുക. ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് മുണ്ടത്തിക്കോട് സ്കൂളിൽ വയ്ക്കും. അതിനുശേഷം 2 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തറവാട്ടുവളവിൽ നടക്കുക. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ മൂടിയ നെയ്മല ഇടിഞ്ഞാൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്തവണയും നെയ്മല ഇടിഞ്ഞു എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ വിശ്വാസികൾ ആകെ ആശങ്കയിലാണ്. പരിഹാര പൂജകളും വഴിപാടുകളും നടത്തി വിശ്വാസികളുടെ ആശങ്ക പരിഹരിക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടതെന്ന് വടക്കുന്നാഥ ക്ഷേത്രം ഉപദേശക സമിതി മുൻ സെക്രട്ടറി ഹരിഹരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശ്ശൂർ പൂരം ഒട്ടേറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തുടർച്ചയാണ്. ഒട്ടേറെ വിശ്വാസങ്ങളുടെ പിൻബലവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ പല ലക്ഷണങ്ങളും ഈ പൂരത്തിൻ്റെ പല തലങ്ങളെയും കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. വിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
നമ്മളിപ്പം വടക്കുന്നാഥ ക്ഷേത്രോപദേശ സമിതി മുൻ സെക്രട്ടറി ശ്രീ ഹരിഹരൻ ചേരുന്നു. ഹരിയേട്ട, ഈ തൃശ്ശൂർ പൂരം വരുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഈ നെയ്മലയുടെ ഒരു സാന്നിധ്യം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ. എന്താണ് ഇത്തവണത്തെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്? നെയ്മല ഇടിഞ്ഞു എന്നൊക്കെ തന്നെയാണ്, അങ്ങനെയാണോ? ഞാനും അങ്ങനെ കേട്ടു. എന്താ വെച്ചാൽ അങ്ങനെ വരിക വെച്ചാൽ വടക്കുന്നാഥൻ മൂകസാക്ഷിയാണെങ്കിലും അങ്ങോരുടെ മുമ്പിലാണ് പൂരം മുഴുവൻ നടക്കുന്നത്. വടക്കുന്നാഥൻ ഏറ്റവും പ്രിയപ്പെട്ടത് നെയ്യാട്ടമാണ്, വൈകിട്ട് കരിക്കഭിഷേകമാണ്. ഈ നെയ്മലൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മുറിവാണെങ്കിലും വലിയ സ്റ്റിച്ചാണെങ്കിലും മുറിവ് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. അതെന്താ വെച്ചാൽ ജനങ്ങൾ അറിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നെയ്മല ഇടിയുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ വിശ്വാസമാണല്ലോ വലുത്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇന്ന് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ ഞാനൊരു 21 കരിക്കഭിഷേകം നടക്കുന്നു. അതിന് എന്താ വെച്ചാൽ കരിക്ക് വലിയ ഇതൊന്നും വേണ്ട, ചെറുതായിട്ട് പരിഹാരം മാത്രമേ. അപ്പോൾ ഇന്ന് കരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേകം ചെയ്ത് ഞാൻ വടക്കുന്നാഥനെ തണുപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദേഷ്യം മാറ്റി തണുപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു തലയിൽ വെച്ചാൽ വടക്കുന്നാഥൻ്റെ ശിവലിംഗം ആരും കണ്ടിട്ടില്ല, ഈ നെയ്മല മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളെ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കരിക്ക് കഴിക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അപ്പം അങ്ങനെ സൂചിപ്പിക്കുക, അങ്ങനെ തണുപ്പിക്കുക. വടക്കുന്നാഥൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരമൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കണം. അങ്ങോരുടെ മുമ്പിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അങ്ങൊരു മൂകസാക്ഷിയാണെങ്കിലും ഇതെല്ലാം വടക്കുന്നാഥനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും വളരെ വൃത്തിയായിട്ട് നടക്കും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓരോ സൈൻ തരും, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ മുഖവിലക്കെടുത്ത് വിശ്വാസികളായുള്ള വിലക്കെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിനു മുമ്പ് ഇടിഞ്ഞപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായ ചരിത്രം പറയുന്നുണ്ട്? ഇതിനു മുമ്പ് ഒരിക്കൽ തെക്ക് ഭാഗത്തേക്ക് ഇടിഞ്ഞപ്പോഴാണ് പൂരം വെടിക്കെട്ടിന് അപകടം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭീതിയാണ്. ഇപ്പോൾ നെയ്മല ഇടിയാൽ എവിടെ എന്താ വരുന്നത് അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. ഭഗവാന് കാണിച്ചു തരും, സിംറ്റം കാണിച്ചു തരും. അപ്പോൾ ആ സിംറ്റം നോക്കി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ റിപ്പൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രതിവിധി നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. അതിൻ്റെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. വെച്ചാൽ നമുക്കൊരു അടയാളം തന്നിട്ടുണ്ട്, ഈ അടയാളം നോക്കി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. വെടിക്കെട്ടുപുരയിൽ ഇതിനു മുമ്പ് അങ്ങനെ സൂചന കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട്. വെടിക്കെട്ടുപുരയിൽ സൂചന നമുക്ക് ഈ നെയ്മല ഇടിഞ്ഞത് നമുക്കറിയില്ല, അത് വടക്ക് ഭാഗത്തേക്കാണ് ഇടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ വടക്ക് ഭാഗത്താണ് നമ്മുടെ വെടിക്കെട്ടുപുരയുള്ളത്. അതൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര മാനസിക വിഷമം. സത്യം പറയാം, നമുക്ക് മുൻകരുതൽ എടുത്തില്ലല്ലോ. ഭഗവാൻ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഒരു വിഷമമുള്ളൂ. ഇനി ഇതേപോലെ കൂടൽമാണിക്യത്തിലും വഴിപാട് കഴിക്കുന്നുണ്ട്. കൂടൽമാണിക്യത്തിൽ മഴ പെയ്യാതിരിക്കാൻ നമ്മൾ പൂരം കോടിയേറി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടൽമാണിക്യം എല്ലാ ക്ഷേത്രങ്ങളിലും, ഇപ്പോൾ കൊടുങ്ങല്ലൂരുണ്ട്, തൃപ്രയാറുണ്ട്, ഗുരുവായൂരുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഇതറിഞ്ഞിട്ട് നമ്മൾ എന്താ വടക്കുന്നാനാണ് നമ്മുടെ മെയിൻ ആൾ. ബാക്കി അമ്പലങ്ങൾ മോശമെന്നല്ല, ഇങ്ങോട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലെല്ലാം വൃത്തിയായിട്ട് വരും. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ ഇത്തരം സൂചനകളും കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. 100%. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല മുൻകരുതൽ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നൽകുന്ന സൂചനകൾ വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ചെയ്യണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. 2021 തൃശൂർ പൂരരാത്രി ആൽമരക്കൊമ്പ് പൊട്ടിവീണുണ്ടായ അപകടം തൃശൂർ സ്വദേശി B രാമനാഥന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നട്ടെല്ലിന് പരിക്കേറ്റ രാമനാഥൻ തനിക്ക് സംഭവിച്ച ദുർവിധിയെ വെല്ലുവിളിച്ച് ഇപ്പോഴും പൂരങ്ങളിൽ സജീവമാണ്. മുൻപ് മേളത്തിന്റെ താളഭേദങ്ങൾക്കനുസരിച്ച് വിരലുകൾ കൊണ്ട് ഗോപുരം തീർത്തിരുന്നെങ്കിൽ ഇപ്പോൾ ചക്രകസേരയിൽ മനസ്സുകൊണ്ടാണ് താളം പിടിക്കുന്നത്. രാമനാഥന് കൂട്ടായി ഭാര്യ അനന്തനായികയും ഒപ്പമുണ്ട്. ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തൃശൂർ പൂരം നടക്കുന്നത്. 2021 തൃശൂർ പൂരത്തിനിടെ ഒരു അപകടം സംഭവിച്ചിരുന്നു. മടത്തിൽ വരവിനിടെ രാത്രിയിൽ ആൽമരം പൊട്ടിവീണ് 2 പേർ മരിച്ചു. കുറേ പേർക്ക് പരിക്കേറ്റു. പലരുടെയും ജീവിതത്തിൽ തന്നെ ആ അപകടം മാറ്റിമറിച്ചു. എന്നാൽ ആ അപകടം നൽകിയ മുറിവുകളിൽ നിന്നും പരിക്കിൽ നിന്നൊക്കെ സ്വന്തം കരുത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും സജീവമായി പൂരപ്പറമ്പുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട്, ശ്രീ B രാമനാഥൻ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. 2021 ആ രാത്രി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായി മാറ്റിമറിച്ചെങ്കിലും വിധിയെ അതിജീവിച്ച് അദ്ദേഹം ഇന്ന് ഓരോ യാത്രകളിലും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സഞ്ചാരങ്ങളിലൊക്കെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സത്യം പറഞ്ഞാൽ ഒരു അപകടം ആരെയും തളർത്തിക്കളയുന്ന ഒരു അപകടമാണ് സംഭവിച്ചത്. അങ്ങയുടെ ചലനശേഷിയെ വരെ അത് കൊണ്ടുപോയി. പക്ഷെ ഇപ്പോഴും അങ്ങ് സജീവമായിട്ട് എല്ലാ ഇഷ്ടങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എസ്പെഷ്യലി പൂരം എന്ന് മാത്രമല്ല, എല്ലാ യാത്രകൾക്കും എല്ലാത്തിനും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കിടന്നിട്ട് യാതൊരു കാര്യമില്ല, അത് കടന്നു പോയാൽ നമ്മൾ അങ്ങനെ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാനും എനിക്ക് പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പ്രസരിപ്പോടെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായാൽ 4 ചുമരിൽ ഒതുങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും പോയാൽ അതിന് ചിലവുണ്ട്, നല്ലോണം ചിലവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഫിസിയോതെറാപ്പി ഡെയിലി 600 രൂപയോളം വരും. അത് ആഴ്ചയിൽ 4 എണ്ണമെങ്കിലും മിനിമം ചെയ്യണം.
പിന്നെ ഒരു മാസം ഡയപ്പർ, ഒരു 10-15,000 രൂപയുടെ മെഡിസിൻ, പിന്നെ ഒരു കെയർ ടേക്കർ എന്തായാലും ആവശ്യമാണ്. കാരണം വൈഫ് ജോലിക്ക് പോകും. അപ്പോൾ എന്തായാലും ഒരു കെയർ ടേക്കറുടെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം അടക്കം ഒരു 45 രൂപയോളം നമുക്കൊരു മാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വൈഫിൻ്റെ ജോലി, എൻ്റെ ജോലി, പിന്നെ മക്കൾ 2 പേരും ഇപ്പോൾ ജോലി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അത് നല്ലോണം കൊണ്ടു നടക്കാൻ പറ്റുന്നു. ഈ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉത്സവ പറമ്പുകളിലും അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതിനെ മറികടക്കാൻ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കതൊരു വലിയൊരു ഭാഗ്യമല്ലേ. അത് മറികടക്കാനുള്ള ഒരു ഊർജ്ജം നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന മേഖലയാണല്ലോ ഈ പൂരം പഞ്ചവാദ്യമൊക്കെ. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതാണ്. എത്രയോ ഒന്നാമത് ഞാൻ ഈ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്ത പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഈ പൂരം ഒക്കെ ആയിട്ട് നമുക്ക് ചെറുപ്പത്തിലെ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിൽ നമ്മൾ എത്തിപ്പെടുന്നത്. ഇനി തൃശ്ശൂർക്കാർക്ക് പൊതുവേ അതിനോടൊരു താല്പര്യം കൂടുതലുണ്ടാവുകയും ചെയ്യും. ഇതേപോലെ ഒരു താളം ആസ്വദിച്ചിരിക്കുമ്പോഴാണല്ലോ അവിടെ. അതെ, തീർച്ചയായിട്ടും. രാത്രി ഒരു 1 മണി നേരത്താണ് അത് പൊട്ടി വീണത്. മനസ്സിലായോ? അതൊക്കെ ആയിരുന്നു നല്ല പെരുക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ സാധനം പൊട്ടി മുകളിലേക്ക് വീണത്. ഞാൻ ഇടയ്ക്ക് മോഹനേട്ടൻ്റെ അടുത്താണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ അവിടെ ആ മതിലിൽ വെച്ച് തന്നെ ജാമൊക്കെ ചെയ്ത് ശരിക്കും പറയുകയാണെങ്കിൽ. മോഹനേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പെരുക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത് പൊട്ടി വീണത്. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും വരാൻ കഴിയില്ല എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഡോക്ടർമാരങ്ങനെ വിട്ടു പറയില്ലായിരുന്നു. അവർ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ, അത് ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവരൊരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വൈഫിനെ വിളിച്ച് പറഞ്ഞു. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. ആക്ച്വലി നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറയാത്. അത് കേട്ടു. ഏതായാലും വീൽ ചെയർ ബേസ്ഡ് ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ അങ്ങനെ മറികടക്കാമെന്നുള്ളത് വൈഫും ഞങ്ങളെ കൂടി ആലോചിച്ച് ഇങ്ങനെ വണ്ടി ആൾട്ടർ ചെയ്യാൻ പറ്റി. എനിക്ക് സ്വയമായിട്ട് ഓടിക്കാൻ പറ്റില്ല. കാരണം കൈക്കും പ്രശ്നമുള്ളതുകൊണ്ട് സ്വയമായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഓടിക്കുന്ന രീതിയിൽ വണ്ടി സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഒരാളുടെ ഹെൽപ്പ്, ഒരു കൈക്കും കൂടി പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യം വന്നു. അത് ഞാൻ ഒരാളുടെ ഹെൽപ്പ് എടുത്തുകൊണ്ടിരിക്കണം. 1 മാൻ ഹെൽപ്പ് എന്തായാലും ഇനി ജീവിതത്തിൽ ആവശ്യം വരാം. അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ ഉൾക്കൊണ്ടോ, അല്ലെങ്കിൽ അത്രയും വലിയ മിറാക്കിൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. പിറ്റത്തെ കൊല്ലത്തെ പൂരത്തിലും വന്നിരുന്നു. പിറ്റത്തെ കൊല്ലത്തെ പൂരത്തിന് മഠത്തിൽ വരവിനും എല്ലാത്തിനും പങ്കെടുത്തിരുന്നു. വെടിക്കെട്ട് ഞാൻ രാമദാസിൻ്റെ മുകളിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് വെടിക്കെട്ട് അടക്കം കണ്ടിട്ട് തന്നെ പിറ്റേ ദിവസത്തെ പകൽപ്പൂരവും ഒക്കെ കണ്ടിട്ട് തന്നെ പോയത്. ഇതൊരു തടസ്സമാവുന്നില്ല. ഇല്ല. ഇപ്പോൾ മേളക്കാരുടെ ഇടയിൽ പോയി നിന്ന് കാണാൻ പറ്റില്ല എന്നുള്ളൂ. കുറച്ച് പിന്നിലേക്ക് നിന്നിട്ടേ കാണാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് ചെറുപ്പത്തിലൊക്കെ തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്ന് പോയിട്ട് ഇതുപോലെ അതൊക്കെ നിറച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ കയ്യിലൊക്കെ ആ മരുന്ന്, ആ പശ കയ്യിലായി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ആൾക്കാർ കൂടെയുള്ളവരാണ് ഉരുട്ടി കൊടുക്കുക അവർക്കൊക്കെ ചോറ്. അതൊക്കെ അങ്ങനെ ഓർത്തെടുത്തു ഞങ്ങൾ ആ സമയത്ത്. ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ശരിക്കും നല്ല മൂഡ് ഓഫായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. കാരണം നമ്മൾ ഇത് ഓർക്കുമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നു. ആണെങ്കിലും തനിക്ക് സംഭവിച്ച വിധിയെ മറികടന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. പൂരത്തിൻ്റെ ഓരോ ആവേശവും അത് ആസ്വദിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഈ പൂര നഗരിയിൽ എത്തിയിരിക്കുന്നത്. അഖിലോട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അഞ്ചരക്കടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. ഡോക്ടർ MK റാമും ഡോക്ടർ KT സംഗീത നമ്പ്യാരുമാണ് ജാമ്യാപേക്ഷ നൽകിയത്. വകുപ്പ് മേധാവി ഡോക്ടർ MK റാം ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ മരണത്തിന് മുൻപ് കുടുംബത്തെ അറിയിച്ചിരുന്നതായി കുടുംബം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. ഇന്ന് നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായകമായൊരു ദിവസമാണ്. ഇനി അഥവാ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ അധ്യാപകർ കീഴടങ്ങുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യം വെച്ച് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ റാമിനും അതുപോലെ തന്നെ സംഗീത നമ്പ്യാർക്കും ഇന്ന് നിർണായകമെന്ന് പറയേണ്ടി വരും. അതായത് ഏപ്രിൽ 10 നിതിൻ ഇത്തരത്തിൽ മരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ കുടുംബം പ്രധാനമായി ആരോപിച്ച പ്രതികളെ ഒന്നും പിടികൂടിയിട്ടില്ല. ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു കോടതി വിധിയോടുകൂടിയായിരിക്കും പോലീസിന്റെ മറ്റ് തുടർ നടപടികൾ വളരെ വേഗത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈ ജാമ്യം ലഭിക്കുന്നില്ലെങ്കിൽ ഇവർ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. ഇതിൽ ഈ റാമിന്റെയും അതുപോലെ തന്നെ ഈ സംഗീത നമ്പ്യാരുടെയും വാദത്തിനൊപ്പം ഇതിൽ പിതാവായ രാജനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് അശോകന്റെയും വാദം കോടതി കേട്ടിരുന്നു. അങ്ങനെയാണ് കോടതി ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഏതായാലും ഈ റാം പ്രധാനമായും പറഞ്ഞത് ഈ നിതിൻ രാജിന്റെ മരണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ നിതിൻ രാജ് ഈ മരിക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ്. തുടർന്ന് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി ഇതിന് തെളിവുകളുണ്ട്. ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന പ്രിൻസിപ്പലിന് പരാതി നൽകിയ, അതായത് റെഫറൻസ് നമ്പറായി നൽകിയിരുന്ന ലതാ ശശിധരന് പരാതി നൽകാൻ ഇത്തരത്തിൽ പിന്തുണ നൽകിയത് ഈ റാമാണ്. അത് മാത്രമല്ല, പരാതി നൽകി ഈ മുറിയിലകത്ത്, പ്രിൻസിപ്പലിന്റെ മുറിയിലകത്ത് കൂട്ടവിചാരണ നടന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലതാ ശശിധരനെ ഹസ്തദാനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റാം എന്ന് പറയുന്ന അധ്യാപകൻ പറഞ്ഞത്, ഇതിൽ SC/ST ആക്ട് അതിക്രമ തടയൽ നിയമം ഉൾപ്പെടുത്തിയിരുന്നു. അത് ജാമ്യമില്ലാ വകുപ്പാണ്, അത് നിലനിൽക്കില്ല. ഈ റാം ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് പ്രോസിക്യൂഷൻ അതിൽ കൃത്യമായി പറയുന്നു, അത് OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. അതായത് ജാതി പേര് വിളിച്ചു എന്നല്ല പറഞ്ഞത്, ജാതീയമായ അതിശയമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇയാൾ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത്തരം വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വലിയ തോതിൽ ഈ നിതിനെ കൂട്ടവിചാരണ നടത്തി. അതിൽ മനന്നൊന്നാണ് നിതിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്, പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നതും 10 മിനിറ്റിനകം മരണം സംഭവിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ, തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത്. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഇന്ന് എന്തായിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ മുൻകൂർ ജാമ്യം സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ. അതോടൊപ്പം വലിയ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി കണ്ണൂരിലുണ്ട്. ഏതായാലും 28-ാം തീയതി ആക്ഷൻ കൗൺസിലിന്റെ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ അത് പോലീസിന്റെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിന്റെ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടും. പ്രതിഷേധം കൂടുതൽ കനക്കും. അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി വിവിധ പാർട്ടികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും വളരെ നിർണായകമാണ് ഇവരുടെ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 പേരുടെ കസ്റ്റഡി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് നേരത്തെ തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഏതായാലും ഇന്ന് നിതിൻ രാജുമായി ബന്ധപ്പെട്ട ഈ കേസിൽ നിർണായകമാണ്. പോലീസിന്റെ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ഈ മുൻകൂർ ജാമ്യം നിരസിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമോ? ഇവർ ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ ആന്ധ്രയിലുണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. സംഗീത നമ്പ്യാർ കേരളത്തിന് പുറത്താണ് ഉള്ളത്. ഏതായാലും ഇവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുമോ? കോടതി എന്ത് ഉപാധിയാണ് വെക്കാൻ പോകുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകും. അത്തരം കാര്യങ്ങളെല്ലാം വളരെ നിർണായകമാണ്. എന്തായാലും 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 11:15 തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും. ആ സമയത്ത് തന്നെ ഇതിൽ എന്താണ് കോടതി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുശ്രീ. ശരി, KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കല്ലാച്ചിയിൽ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കല്ലാച്ചി സ്വദേശിയായ അബ്ദുൾ റാഷിദിന് നേരെയാണ് പാമ്പ് പാഞ്ഞെടുത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ് കുമാർ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? പൊതുവെ പാമ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ ഇത്? തണുപ്പൊക്കെ കൂടുതലുള്ള ഒരിടമാണോ അത്? അനുശ്രീ, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി കുട്ടികൾക്കടക്കം പലർക്കും പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്നത്. അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ ഈ തണുപ്പ് ഉള്ള ഇടങ്ങൾ തേടി ഈ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഈ കോഴിക്കോട് കല്ലാച്ചിയിലും
സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം പാമ്പ് ഇഴഞ്ഞു വരികയും ആ സ്കൂട്ടറിന് സമീപത്തേക്ക് മാറുകയും ചെയ്തത് നമ്മൾക്ക് കാണാം. ഇതിന് ശേഷമാണ് പിന്നീട് ഈ അബ്ദുൾ റാഹിഷ് എന്ന കുട്ടി ഈ സ്കൂട്ടറിനടുത്തേക്ക് വരുന്നത്. ഈ സ്കൂട്ടറിനടുത്തേക്ക് കുട്ടി എത്തുമ്പോൾ പാമ്പ് ആ സ്കൂട്ടറിന്റെ സമീപത്ത് നിന്നും ഈ കുട്ടിയെ കടിക്കാനായി അല്ലെങ്കിൽ പെട്ടെന്ന് കൊത്താനായി അവിടുന്ന് മുന്നോട്ട് വരുന്നതും കുട്ടിയെ പുറകോട്ട് മാറുന്നതും കാണാം. കുട്ടി പിന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ കുട്ടിയെ പിന്തുടരുന്നുമുണ്ട്. എന്നാൽ അത്ഭുതകരമായി തന്നെ ആ കുട്ടി രക്ഷപ്പെടുന്നതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. കാടിനോട് ചേർന്ന അങ്ങനത്തെ പ്രദേശങ്ങളൊന്നും അല്ലൊരു മതിലൊക്കെ ഉള്ള താരതമ്യേന സുരക്ഷിതമായ രീതിയിൽ പേവിംഗ് ടൈലുകളൊക്കെ വിരിച്ച ഒരു പറമ്പ് വീടിന്റെ മുൻവശമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അത്തരം ഇടത്തൂടെ ഇഴഞ്ഞാണ് പാമ്പ് സ്കൂട്ടറിന്റെ അടുത്തേക്കുള്ള ഭാഗത്തേക്ക് വരുന്നത്. പിന്നീട് കുട്ടി ആ സ്കൂട്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കൊത്താനായി മുന്നോട്ട് വരികയും ചെയ്യുന്നു. എന്തായാലും അത്ഭുതകരമായാണ് കുട്ടി ആ പാമ്പിന്റെ കുത്തിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നോട്ട് പോകുന്നത്. ഏറെ ശ്രദ്ധേയം, ആദ്യഘട്ടം കുത്താൻ ശ്രമിച്ചിട്ട് പിന്നീട് വീണ്ടും കുട്ടിയുടെ പുറകെ പാമ്പ് വരുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും ഏറെ കരുതിയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ചും ഇതുപോലെ ഈ തണൽ ഉള്ള ഇടങ്ങൾ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കുന്ന സ്കൂട്ടറുകൾ, ബൈക്കുകൾ എന്നിവപോലുള്ള സാമഗ്രികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. കാരണം ഈ സീറ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ ഡാഷ് ഭാഗത്തോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾക്കിടയിലോ പോലും പാമ്പുകൾ, ചെറിയ പാമ്പുകൾ പോലെയുള്ളവ കയറി ഇരിക്കാനുള്ള സാധ്യതകളാണ്. നേരത്തെ ഈ പാമ്പുകളെ വെച്ചുകൊണ്ട് വാഹനം ഓടിച്ച സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന കാലമുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രത ഇക്കാര്യത്തിൽ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. അനുശ്രീ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. US ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചു. അജയ് സുധ വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോഴും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത്. അത് എത്രത്തോളം സാധ്യതയുണ്ട് ഈ സമാധാന ചർച്ചകൾക്കിപ്പോൾ? അനുശ്രീ, നമുക്കിപ്പോൾ നിലവിലൊന്നും തന്നെ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു രണ്ടാംഘട്ട ചർച്ച നടന്നേക്കും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും അതുപോലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചതായിട്ട് ചില സൂചനകളുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരം ഒരു സ്ഥിരീകരണം ഉണ്ടായി. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞത് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് അറിയിപ്പ്. ഇത് കാരണം തന്നെ അമേരിക്കയുടെ പ്രതിനിധികളായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകൾ ഒരു ശുഭസൂചനകളാണ് നൽകുന്നതെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ US-നെ പ്രതിനിധീകരിച്ച് അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും പാകിസ്ഥാനിലെത്തുമെന്നാണ് കരോലിൻ ലെവിറ്റ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് നിലവിൽ ഈ ചർച്ചകളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലെത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് ഇത്തരമൊരു വിവരം തന്റെ എക്സിൽ കുറിച്ചത്. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ നിലവിൽ ഇസ്ലാമാബാദിലെത്തി. ഇനി അതിനുശേഷം ഒമാൻ
ഒമാനിലേക്കും അതിനുശേഷം റഷ്യയിലേക്കും യാത്ര തിരിക്കുമെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. അതേസമയം ഇപ്പോൾ US-ഉമായിട്ട് ചർച്ച ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ തീർത്തും ഇസ്മായിൽ ബഗേയി തൻ്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം പശ്ചിമേഷ്യയിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ഇപ്പോൾ ഇറാന്റെ ആശങ്കകൾ അത് പാകിസ്ഥാനെ അറിയിക്കുമെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇറാന്റെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ആശങ്കകളും ഉൾപ്പെടെ പാകിസ്ഥാനെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രിയോടെയാണ് ഇപ്പോൾ അബ്ബാസ് അരക്ചി പാകിസ്ഥാനിലെത്തിയത്. അബ്ബാസ് അരക്ചിയെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും രണ്ടുപേരും കൂടിയാണ് സ്വീകരിച്ചത്. ഇനി എത്ര ദിവസം ഇദ്ദേഹം പാകിസ്ഥാനിൽ തുടരും എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ചർച്ചകൾ നടക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം നേരിട്ടുള്ള ചർച്ചയല്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയുള്ള ഒരു ഇൻഡയറക്റ്റ് ചർച്ചയെങ്കിലും നടന്നേക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. കാരണം ഇറാൻ ഈ പശ്ചിമേഷ്യയിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനത്തിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും ഉപാധികളും പാകിസ്ഥാനെ കൈമാറും എന്നാണ് ചില വിവരങ്ങളുള്ളത്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ഉപാധികളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രത്യേക അറിയിപ്പ് അത് പാകിസ്ഥാൻ പിന്നീട് അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തുമ്പോൾ കൈമാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ചർച്ചയെങ്കിലും നടന്നേക്കുമെന്നാണ് പ്രതീക്ഷ. നേരിട്ടുള്ള ചർച്ചകൾ നടന്നില്ലെങ്കിൽ പോലും ഇത്തരം ചർച്ചകളെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ആദ്യഘട്ട ചർച്ച നടന്നത് ഏപ്രിൽ 11-12 തീയതികളിലാണ്. ആ ചർച്ച യാതൊരു തീരുമാനവുമാകാതെ തെറ്റിപ്പിരിയുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് തന്നെ പിന്നീട് ഈ ചർച്ച പരാജയപ്പെട്ടു എന്ന് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ US ഉപരോധം ഉൾപ്പെടെ നിലവിൽ വന്നത്. എന്തായാലും ഈ US ഉപരോധത്തിൽ ഉൾപ്പെടെ ഇറാൻ ഇപ്പോൾ യാതൊരുവിധ വിട്ടുവീഴ്ചകളും നടത്തിയതായിട്ട് സൂചനയില്ല. US ഉപരോധം എടുത്തു മാറ്റണം എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല മറ്റ് പല ഉപാധികളും നിർദ്ദേശങ്ങളും അടക്കം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കയുടെ തുടർച്ചയായിട്ടുള്ള ഭീഷണികളിലടക്കം ഇറാൻ അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലുള്ള മറ്റൊരു സംഘർഷ മേഖലയാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ലെബനനിൽ തൻ്റെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം താൻ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഹിസ്ബുള്ള ഉണ്ടാക്കുകയാണെങ്കിൽ തക്കതായിട്ടുള്ള മറുപടി സൈന്യം നൽകുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസവും ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ ഏതാണ്ട് 6 ഹിസ്ബുള്ള സൈനികരെ കൊലപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതോടെ ആകെ മരണസംഖ്യ ലെബനനിൽ 2491 ആയതായിട്ടും വിവരമുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാവിലെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you, let alone catch you, and grow your audience's insight. Because stocks may go up or down, but knowledge is invaluable. Go. Assemble the A-team, the ones who reach the top, and then keep going. Go into uncharted territories. Blur the lines between media and technology. And watch as you make wealth grow. Go. Build partnerships with the very best. And grow your voice, because the world needs India's perspective more than ever. Go. Hustle your way into India's pulsing creator economy, and then transform the whole ecosystem. Go into India's heartland. Speak her languages. Tell her stories. Grow her ambitions. Go. Make a difference. Create a platform for policymakers, trendsetters, and change makers. Because the only way to grow is to grow together. We are Network 18, and we are always on the go, enabling India to grow. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you, let alone catch you, and grow your audience's insight. Because stocks may go up or down,
but knowledge is invaluable. Go. Assemble the A-team. The ones who reach the top and then keep going. Go into uncharted territories. Blur the lines between media and technology. And watch as you make wealth grow. Go. Build partnerships. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you. Let alone catch you. And grow your audience's insight. Because stocks may go up or down, but knowledge is in that. രാഘവ് ചദ്ദ അടക്കമുള്ളവർ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിൽ രൂക്ഷ വിമർശനവുമായി എ.പി നേതൃത്വം. പഞ്ചാബിലെ ജനങ്ങളെ ബി.ജെ.പി വീണ്ടും വഞ്ചിച്ചെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബി.ജെ.പി ആസ്ഥാനത്ത് വൻ ആഘോഷങ്ങളോടെയാണ് രാഘവ് ചദ്ദയെയും മറ്റ് 6 പേരെയും സ്വീകരിച്ചത്. എ.പി വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണിവർ ബി.ജെ.പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ടി.ജി. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഈ രാഘവ് ചദ്ദ ബി.ജെ.പിയിലേക്ക് പോയേക്കാമെന്നൊരു സൂചന നേരത്തെ തന്നെ ഈ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ 7 എം.പിമാർ അടക്കം ബി.ജെ.പിയിലേക്ക് പോയതാണ് ഇപ്പോൾ എ.പിയുടെ അടിവേറിറക്കുന്ന നിലയിലൊരു നീക്കമായി പോയത്. ഇനിയിപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ നീക്കം എന്തായിരിക്കും? അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ ഈ പഞ്ചാബ് രാഷ്ട്രീയത്തെ ഇത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും? അനുശ്രീ, അതാണ് ഏറ്റവും പ്രധാനം. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഇതെന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ബി.ജെ.പിയുടെ ഈ നീക്കത്തിന് പിന്നിൽ അവരുടെ ലക്ഷ്യം പഞ്ചാബ് തന്നെയാണ്. ബി.ജെ.പിക്ക് ഇതുവരെയും കാര്യമായ ഒരു രാഷ്ട്രീയ നീക്കവും സാധ്യമല്ലാത്ത പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്കൊരു എൻട്രി ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. 2017 അതായത് 2027 അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള കളമൊരുക്കൽ ബി.ജെ.പി നടത്തി എന്നതാണ് ദേശീയ തലത്തിൽ തന്നെ ഇതിനൊരു വിലയിരുത്തൽ ഉണ്ടാവുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്കിട വെക്കുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ബി.ജെ.പിയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ ഉണ്ടാവുന്നത്. ഒന്ന്, അവർക്ക് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ നിയമസഭ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ നീക്കത്തിന് തയ്യാറെടുക്കാം. നേരത്തെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെ ബി.ജെ.പിക്കൊപ്പം എത്തിച്ച് ബി.ജെ.പി ഒരു കളമൊരുക്കൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ പ്രധാനപ്പെട്ട മുഖങ്ങൾ. ഇപ്പോൾ രാജിവെച്ച 7 ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം.പിമാരിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പഞ്ചാബ് രാഷ്ട്രീയം തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് സംഭവിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള ശ്രമത്തിലേക്ക് ബി.ജെ.പി കളമൊരുക്കുന്നു. അതിൻ്റെ തുടക്കമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. രണ്ടാമത്തെ സാധ്യത ബി.ജെ.പിയെ സംബന്ധിച്ച് രാജ്യസഭയിൽ അവർക്ക് കൂടുതൽ കരുത്ത് നേടാനാവുന്നു എന്നതാണ് സാഹചര്യം. പുതിയതായി 7 പേരെ കൂടിയാണ് ബി.ജെ.പി പാളയത്തിലേക്ക് ലഭിക്കുന്നത്. അതോടുകൂടി രാജ്യസഭയിൽ 143 എം.പിമാർ അടങ്ങുന്ന ഒരു ചേരിയായി ബി.ജെ.പി NDA സഖ്യം മാറുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനത്തിന് ഇടവെക്കുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ഓപ്പറേഷൻ ലോട്ടസ് എന്നതാണ് ആം ആദ്മി പാർട്ടി ബി.ജെ.പിയുടെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. അതായത് പണം നൽകിക്കൊണ്ട്, പണം ഓഫർ ചെയ്തുകൊണ്ട് ബി.ജെ.പി നടത്തുന്ന വലിയ നീക്കമാണ്. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയ നീക്കത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് ബി.ജെ.പി നടത്തുന്ന ഈ നീക്കത്തെ വലിയ രീതിയിൽ തുറന്നെതിർക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ കുരുക്കുന്ന ഒരു വിഷയം, കൂറുമാറ്റ നിരോധന നിയമം പോലും പ്രയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടാവുന്നത്. കാരണം 10 എം.പിമാരിൽ 7 പേരും കൂറുമാറുന്ന സാഹചര്യത്തിൽ അത് കൂറുമാറ്റ നിരോധന നിയമം പ്രയോഗിക്കാൻ പോലും സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അവരെ കുഴയ്ക്കുന്ന ഒരു വിഷയം. പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകും തുടങ്ങിയ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയമായും അല്ലാതെയും ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്ന, വലിയ തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കിടവെക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ടി.ജി. സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് വിലയിരുത്താനായി മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. എം.പിമാരും എം.എൽ.എമാരും യോഗത്തിലുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ച സീറ്റുകളിലെ വിജയസാധ്യത വിലയിരുത്തും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിലെ അതൃപ്തിയും യോഗത്തിൽ ഉയർന്നേക്കും.
കണ്ണൂർ കേളകത്ത് അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. കണിച്ചാർ സ്വദേശിനി ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം മകൻ ക്രിസ്റ്റി കേളകം പോലീസിൽ കീഴടങ്ങി. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, എന്തായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നത് വ്യക്തമാണോ? അനുശ്രീ, ഇന്നലെ രാത്രി 10:30 ഈ സംഭവം നടക്കുന്നത്. ഈ മകൻ ക്രിസ്റ്റി മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇന്നലെയും അതുപോലെ തന്നെ ഈ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കി. അതിനുശേഷമാണ് ഈ അക്രമം നടത്തിയത്. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. പിതാവ് തങ്കച്ചൻ ഈ പുറത്തു പോയ സമയത്തായിരുന്നു ഇത്തരം ഒരു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുറച്ചു സമയം ഇദ്ദേഹം വീട്ടിൽ തങ്ങുകയും പിന്നീട് ഇയാൾ തന്നെ ഈ ക്രിസ്റ്റി തന്നെ ഇത് സമീപവർത്തിയായ യുവാവിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ ഈ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമായിരുന്നു. ഗീതമ്മയുടെ മൃതദേഹം ഇപ്പോൾ ഈ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഈ മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ മരിച്ച ഗീതമ്മ. ഈ കേളകത്തും അതുപോലെ പിന്നീട് ഈ താനിക്കുന്നലും ബ്യൂട്ടി പാർലറും ഈ ഇതുപോലെ തന്നെ ടൈലറിംഗ് ഷോപ്പും മുന്നേ നടത്തിയിരുന്നു ഗീതമ്മ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. പേരാവൂർ DSP ചന്ദ്രമോഹൻ അതുപോലെ തന്നെ കേളകം SHO ഇതിഹാസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അനുശ്രീ, സുമേഷ് മൊറാഴയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് റിപ്പോർട്ട്. ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശ ചെയ്യുന്നുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണം ഒന്നും തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണോ സാധ്യത കൂടുതൽ? അനുശ്രീ, തീർച്ചയായും അത്തരത്തിലാണ്. കാരണം ഈ ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ADGPയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷനെ സംബന്ധിച്ച റിപ്പോർട്ട് ADGP ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഗുരുതര വീഴ്ച ഉണ്ടായെന്നുള്ളത് കണ്ടെത്തുന്നത്. കാരണം സുരക്ഷാ ലംഘനമാണ്. കാരണം ശബരിമല പോലെ ശബരിമലയിലും അതുപോലെ തന്നെ നിലയ്ക്കലുമൊക്കെ തന്ത്രപ്രധാനമായ ഈ സുരക്ഷാ മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശം കൊണ്ടാണ് അവിടെ എത്തിയെന്നുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത്തരം ഒരു വിശദീകരണം നൽകിയ കോസ്റ്റ് ഗാർഡ് കാര്യങ്ങൾ അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യം പറയുള്ളൂ. നിസ്സാരമായ രീതിയിലാണ് കോസ്റ്റ് ഗാർഡ് ഇത്ര ഒരു വിശദീകരണം നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ കൊടിമരത്തിന് തൊട്ട് 5 അടി മുകളിലായി ഹെലികോപ്റ്റർ 3 പ്രാവശ്യം വട്ടമിട്ട് പറന്നാണ് ADGPയുടെ റിപ്പോർട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ജീവനക്കാർ ഈ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. അതാണ് വിവാദമായത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ശബരിമലയിൽ ഈ ഹെലികോപ്റ്റർ എത്തിയെന്നുള്ള പതിവ് പരിശോധന പോലെ പരിശോധനയ്ക്ക് പ്രകാരമാണ് എത്തിയത്. പക്ഷെ അത് കാലാവസ്ഥ മോശം കൊണ്ടാണ് ശബരിമലയിൽ എത്തിയെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. അത് തൃപ്തികരമല്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പമ്പ പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ശബരിമലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പമ്പ പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു ഈ വീഴ്ച ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് ADGP റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അനുശ്രീ, ശരി. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ നേതാക്കളുടെ മൂന്നാർ റിസോർട്ടിലെ പാട്ട് വൈറലാകുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് തിരുവമ്പാടി, MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. കോൺഗ്രസ് വയനാട് വീട് നിർമ്മാണം വൈകുന്നതിനെ വിമർശിച്ചാണ് പാട്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നു വിചാരിക്കല്ലേ, നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നു വിചാരിക്കല്ലേ, ഓ തയ്യാറത്താര കേരള നാട്ടിൽ അതിന്റെ നിർമ്മിച്ചു നൽകി ചുഴൽ മറങ്ങിലെ വയനാടിനെ പറ്റിച്ചില്ലേ കോൺഗ്രസുകാരെ, കോൺഗ്രസ് നാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ.
ദേശീയ പുരസ്കാര തിളക്കത്തിൽ കണ്ണൂർ വിസ്മയ പാർക്ക്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് അമ്യൂസ്മെന്റ് പാർക്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച നാഷണൽ അവാർഡ് ഫോർ എക്സലൻസിയിൽ മോസ്റ്റ് ഇന്നോവേറ്റീവ് റൈഡ് ടയർ 2 വിഭാഗത്തിലാണ് വിസ്മയ ജേതാക്കളായത്. ആധുനിക സാങ്കേതിക വിദ്യയും സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തി വിനോദ മേഖലയിൽ പുതുമകൾ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയും ഞങ്ങളുടെ സഹപ്രവർത്തകനുമായ അരുണിന്റെയും കവിതയുടെയും മകൾ ദിഹ കെ അരുണിന്റെ 5ാം പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കസിൻസായ ദക്ഷിതും ദക്ഷയും മറ്റു കുടുംബാംഗങ്ങളുമൊക്കെയാണ്. ദിഹയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.